പ്രതിസന്ധികളിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എവിടെയും അനർത്ഥങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപകടങ്ങൾ, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്നതായ വിവിധ തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ നാടിന്റെ നാനാ കോണിൽ നിന്നും നിരവധിയായി അനുദിനം നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസാരമെന്ന് കരുതാൻ ഒക്കാത്ത, നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയുവാൻ പറ്റാത്ത, നാളെ പ്രഭാതത്തിൽ ഏത് വാർത്തയായിരിക്കും വാർത്താ മാധ്യമങ്ങളിലൂടെ, ദൃശ്യ മാധ്യമങ്ങളിലൂടെ വരുന്നതെന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യുവാൻ ഒക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും മനുഷ്യൻ സമാധാനം ഒരു ഭാഗത്ത് നഷ്ടപ്പെടുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സമാധാനം നഷ്ടപ്പെടുന്ന നിമിത്തം മനുഷ്യൻ ആത്മഹത്യ പ്രവണത മനുഷ്യനിൽ വർദ്ധിച്ചു വരികയാണ്. അല്പസമാധാനമോ സന്തോഷമോ ലഭിക്കട്ടെ എന്ന് വിചാരിച്ച് ചിലരൊക്കെ മദ്യം പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, സ്വകാര്യ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ മടിക്കാത്ത ഒരു സമൂഹത്തെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ നാളുകൾക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അപ്പുറമായ അസന്മാർഗികത നമ്മുടെ നാട്ടിൽ പെരുകി വർദ്ധിച്ചു വരികയാണ്. ഒറ്റയ്ക്ക് ജീവിക്കുവാൻ കഴിയാത്ത, കുടുംബജീവിതം ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത, അതിനകത്തൂടെ സന്തോഷം ലഭിക്കുവാൻ കഴിയാത്ത, ഭാര്യ-ഭർത്തൃ ബന്ധത്തിലൂടെയുള്ള, കുടുംബജീവിതത്തിലൂടെയുള്ള, കുഞ്ഞുങ്ങളുമായിട്ടൂടെയുള്ള സന്തോഷങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അതൊരു സന്തോഷമായി കണക്കെടുക്കാതെ മറ്റിതരമായ, നമുക്ക് പൊതുവിൽ പറയുവാൻ കൊള്ളാത്ത, വൃത്തിഹീനമായ, അധാർമികമായ ജീവിതത്തിലൂടെ നയിക്കപ്പെടുന്ന കുടുംബങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ അമ്മമാരും അച്ഛന്മാരും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഒരുമിച്ച് ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും പ്രശ്നങ്ങളില്ലാതെ, അന്യോന്യ കലഹങ്ങളില്ലാതെ ജീവിച്ചു വന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. വലിയ വീടുകൾ, അതിനകത്ത് 3-4 ഫാമിലി കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തോടെ, കലഹമില്ല, പ്രശ്നങ്ങളില്ല, വഴക്കുകളില്ല, അന്യോന്യം വാക്കുതർക്കങ്ങളില്ല, വളരെ സന്തോഷത്തോടെ ജീവിച്ചു വന്ന ഒരു കാലഘട്ടം അതൊരു ചരിത്രമായി മാത്രം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനം ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയാട്ടെ, നമ്മുടെ വാർത്തകളൊക്കെ യുദ്ധങ്ങളുടെ വാർത്തകളാണ് നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.